Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരാണെങ്കിൽ സ്റ്റോറി ഒക്കെ പറഞ്ഞ് അതിനുശേഷം അവരുടെ യാത്ര അതിപ്പോ പുനരാരംഭിക്കാനായിട്ട് അങ്ങനെ തയ്യാറെടുത്ത് എല്ലാവരും ആ സ്പേസ് ഷിപ്പിനുള്ളിലേക്ക് കയറും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ആ ഒരു വയസ്സൻ നമക്കിയൻ അവരെ നോക്കി നടന്നു വരുന്നത് കാണാം. ആണെങ്കിൽ എല്ലാവരെയും ചൂണ്ടി കാണിച്ചു കൊടുക്കും. ദൂരത്തായിട്ട് ആരോ നമ്മളെ ലക്ഷ്യം വെച്ച് വരുന്നുണ്ടെന്ന് പറയും. അവർ കാണും അതൊരു ഏജ്ഡ് ആയിട്ടുള്ള നമക്കിയനാണെന്ന്. ഉടനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. നോക്കുവാണെങ്കിൽ ഇപ്പൊ നമക്കിയന്റെ അടുത്തേക്ക് വന്ന് നിങ്ങൾ ആരാണ്, എന്താണ് എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അതേസമയം ആ കോമയാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിഷ്വലിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കിളവൻ നമക്കിയൻ നേവ അവൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന് അവൻ പല്ല് കടിച്ച് ചോദിക്കും. ഇവിടെ അപ്പാപ്പൻ നമക്കിയൻ നേവയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കയ്യിലുള്ള ആ ഡ്രാഗൺ ബോൾ കാണും. യെസ്, അത് ഡ്രാഗൺ ബോൾ ആണ്, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഇത് ശരിക്കും ആഘോഷിക്കേണ്ട സമയമാണെന്ന് പറഞ്ഞ് അപ്പാപ്പനാണെങ്കിൽ നമ്മളുടെ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ അങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിക്കലോയ്ക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. അവൻ ദേഷ്യപ്പെട്ട് പറയും, നിർത്തിടോ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. നിങ്ങൾ ആ ലെജൻഡറി, എനിക്ക് നിങ്ങളെ മനസ്സിലായി കഴിഞ്ഞു, നിങ്ങൾ ആ ലെജൻഡറി നമക്കിയൻ നേവയാണ്. ആ അപ്പാപ്പൻ നമക്കിയനാണെങ്കിൽ ഇപ്പൊ പിക്കലോട് പറയും, നിന്നെ പോലെ ഒരു നമക്കിയനെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം, നിന്റെ പാരന്റ്സിന്റെ പേരെന്താണെന്ന് ചോദിക്കും. പിക്കലോ ആണെങ്കിൽ അതിന് മറുപടി പറയും, നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം, ആ ഗോമയുടെ കൂടെ നിങ്ങളല്ലേ ഭൂമിയിലേക്ക് വന്ന് ഡ്രാഗൺ ബോൾ ഉപയോഗിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്തേ. അത് കേട്ട് ഗോക്കുവും നമ്മുടെ ആൾക്കാരെല്ലാവരും ഞെട്ടും. ഗോക്കു ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് ചിരിച്ച്, അപ്പൊ നിങ്ങളാണോ ഞങ്ങളെല്ലാവരെയും ചെറിയ മനുഷ്യരാക്കി മാറ്റിയത്? അതിന് അദ്ദേഹം മറുപടി പറയില്ല. പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെടും, സത്യം പറയും, നിങ്ങളല്ലേ അത് ചെയ്തത്, എന്തിനു വേണ്ടിയാണ് നിങ്ങളത് ചെയ്തത്? അതിന് അദ്ദേഹം പറയും, കോമ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. നിങ്ങളുടെ സ്ട്രെങ്ത്തും ശക്തിയൊക്കെ മനസ്സിലാക്കിയ കോമ അവൻ ഭയപ്പെട്ടിരുന്നു. ഈ ഡീമൺ വേൾഡിലേക്ക് വന്ന് അവന്റെ സാമ്രാജ്യത്തെയും നിങ്ങൾ നശിപ്പിച്ചു കളയുമോ എന്നൊരു ഭയം അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ അപ്രകാരം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അതേസമയം കോമയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ദേഷ്യം പിടിച്ച് പല്ലു കടിച്ചു നിൽക്കും. കിലോ ആണെങ്കിൽ ദേഷ്യപ്പെടും, അവൻ മറ്റെന്തെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതിന് അദ്ദേഹം പറയും, അങ്ങനെ അവൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഞാനൊരു ഭ്രാന്തനെ പോലെ അഭിനയിച്ചേനെ. ഉടനെ പിക്കലോ ആണെങ്കിൽ കൂടുതൽ ദേഷ്യപ്പെടും, രണ്ടേ തട്ടിക്കൊണ്ടു പോകുമെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ? അവനെ അവൻ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതിന് അപ്പാപ്പൻ നാമുക്കിയനാണെങ്കിൽ അവരോട് പറയും, അവനെ കൊല്ലില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു, പക്ഷേ അവനെ തട്ടിക്കൊണ്ടു പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഡെൻഡ ഉപയോഗിച്ചാൽ മാത്രമേ ഭൂമിയിലുള്ള ഡ്രാഗൺ ബോട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. അത് നടക്കാതിരിക്കാനാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. ഡെൻഡ അവന് ആവശ്യമായ ഒരാളാണ്, അതുകൊണ്ട് അവനെ കൊല്ലില്ല. അപ്പാപ്പൻ നമുക്ക് നേവയാണെങ്കിൽ ഇപ്പോ ഗോക്കു കളക്ട് ചെയ്ത ആ ഒരു ഡ്രാഗൺ ബോളിലേക്ക് നോക്കും. ഈ ഡ്രാഗൺ ബോൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ പിടിക്കാനാണോ നിങ്ങൾ ഇവിടേക്ക് വന്നേ? അതിന് ഗോക്കു പറയും, അതെ, ഡെൻഡയെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് തിരികെ പിടിച്ചേ പറ്റൂ. അത് കേട്ട് അപ്പാവും പറയും, എനിക്ക് ശരിക്കും ഇത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഇത്രയും പവർഫുള്ളായ ടാമഗാമയെ തോൽപ്പിച്ച് നിനക്കിത് സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അത് കേട്ട് പ്രിൻസസ് ആണെങ്കിൽ ഷോക്കായിട്ട് ചോദിക്കും, അപ്പൊ നിങ്ങളാണോ ആ ടാമഗാമിസിനെ ക്രിയേറ്റ് ചെയ്തത്? അപ്പാപ്പൻ നമുക്കേനാണെങ്കിൽ ചിരിക്കും, ഞാനാണ് അവരെ ക്രിയേറ്റ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പവറുള്ള സ്ഥിതിക്ക് ആ ഒരു ഗോമയെ തോൽപ്പിച്ച് നിങ്ങൾക്ക് ഈ ഡീമൺ വേൾഡിന്റെ കിങ്ങായി മാറിക്കൂടെ? അതിന് അദ്ദേഹം പറയും, ഞാൻ ഒരിക്കലും എന്റെ കഴിവ് ഇത്തരം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറില്ല. ഉടനെ ബ്ലൂ മാൻ ആണെങ്കിൽ എല്ലാവരോടും പറയും, ഗോമ ഇതിനോടകം നമ്മളെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടാവും, ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകണം. ഉടനെ അപ്പാപ്പനാണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങളോടൊപ്പം എന്നെയും കൂട്ടിക്കൂടെ? അതിന് പ്രിൻസസ് ആണെങ്കിൽ തീർത്തു പറയും, അത് പറ്റില്ല, ഞങ്ങൾക്ക് നിങ്ങളെ കൂട്ടാനായിട്ട് കഴിയില്ല. ഉടനെ അപ്പാപ്പൻ ചോദിക്കും, നിങ്ങൾക്ക് നാമക്കിയൻ ലാംഗ്വേജ് അറിയോ? ഡ്രാഗൺ ബോൾ 3 കളക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഡ്രാഗണോട് വിഷ് ചോദിക്കണമെങ്കിൽ നാമക്കിയൻ ലാംഗ്വേജിൽ മാത്രമേ അത് ചോദിക്കാനായിട്ട് കഴിയൂ. ഉടനെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ പിക്കലോയെ നോക്കും. പിക്കലോ ആണെങ്കിൽ അവരോട് പറയും, അയ്യോ ഇല്ല, ഒരുപാട് വർഷക്കാലമായി ഭൂമി ജീവിക്കുന്നു, അതുകൊണ്ട് തന്നെ നാമക്കിയൻ ലാംഗ്വേജ് അത് ഞാൻ മറന്നു പോയിരിക്കുകയാണ്. ഉടനെ അപ്പാപ്പൻ ചിരിക്കും, എനിക്ക് നാമക്കിയൻ ലാംഗ്വേജ് അറിയാം, സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ നിൽക്കാം, എന്നെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ. ഇത് കേട്ട് പ്രിൻസസ് ആണെങ്കിൽ രണ്ടാമൊന്നും ആലോചിക്കാതെ അദ്ദേഹത്തെ ഫ്ലൈറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ സയന്റിസ്റ്റ് ലേഡിയെ കാണിക്കും. അവളാണെങ്കിൽ ഇപ്പോ മാജിക് ആയിട്ട് വീണ്ടും ആ ഉണ്ടലേഡിയുടെ അടുത്തേക്ക് വരികയാണ്. നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയും. അതിനാൽ ലേഡി പറയും, നമുക്ക് അവശേഷിക്കുന്ന ബോവിന്റെ എല്ലാ എസൻസും ഉപയോഗിക്കാം, മാക്സിമം ട്രൈ ചെയ്ത് ഫുൾ എഫേർട്ടിൽ നമുക്കൊന്നിനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. അതിന് ഇപ്പോൾ ആ സയന്റിസ്റ്റ് ലേഡി ഓക്കെ പറഞ്ഞ് അവരതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. സയന്റിസ്റ്റ് ലേഡി ആണെങ്കിൽ ഉണ്ടപ്പെണ്ണിനോട് പറയും, ഇത്തവണ നമുക്ക് 20 മീറ്റർ താഴെ ഈ സീഡ് കുഴിച്ചിടാം. അത് കേട്ട് ഉണ്ടപ്പെണ്ണാണെങ്കിൽ ഷോക്കാവും, നിങ്ങൾ എന്തായി പറയണേ? അത്രയും അടിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആയി വരുന്നവനെ നമ്മളെ കൊണ്ട് ഒരുപക്ഷെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും, അത് വലിയ കുഴപ്പമുണ്ടാവും. സോ അത്രയും വലിയ റിസ്ക് നമുക്ക് എടുക്കണോ? പിന്നെ മാജിക്കോ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ ആരെങ്കിലും ക്രിയേറ്റ് ആയാലും അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളും.
ഉടനെ ആ സയന്റിസ്റ്റ് ലേഡി ആണെങ്കിൽ അവനെ നോക്കി കണ്ണുരുട്ടും. എന്റെ ലക്ഷ്യം ഒരു ഡീമൺ കിങ് ആയി മാറുക എന്നാണ്. ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഉറപ്പായിട്ടും പവർഫുൾ ആയ ഒന്നിനെ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. സോ ഈ റിസ്ക് നമ്മൾ എടുത്തേ പറ്റൂ. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത വീണ്ടും നമ്മുടെ ആൾക്കാരുടെ സ്പേസ് ഷിപ്പ് കാണിക്കും. സ്ഥലം കുറവായതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഗോകുവിനെ ലഗേജുകൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഒൽമയും പ്രിൻസസും സുപ്രീം കായും എല്ലാവരും ഇപ്പൊ അപ്പാപ്പൻ നമുക്കിയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളവിടെ തനിയാണോ ജീവിക്കുന്നത്? അതിന് അപ്പാപ്പൻ നമുക്കേം പറയും അതെ. അപ്പോ ഒറ്റപ്പെടൽ അനുഭവിക്കാറില്ല? പാപ്പനാണെങ്കിൽ തല താഴ്ത്തും. ഇടയ്ക്ക് ഞാൻ ഒറ്റപ്പെടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. പക്ഷെ അവിടം വിട്ട് എവിടേക്കും പോകാൻ എനിക്ക് തോന്നാറില്ല. കാരണം അവിടെ സംരക്ഷിക്കുക എന്നത് എന്റെ ജീവിത ലക്ഷ്യമാണ്. ഡ്രാഗൺ ബോൾസ് നമുക്കിയൻസിന് കിട്ടിയ വലിയൊരു വരവാണ്. പക്ഷെ അതങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം ടാമഗാമി ഉപയോഗിച്ച് അതിന് പ്രൊട്ടക്ഷൻ കൊടുത്തത്. ഇവിടെ വെജിറ്റ് ആണെങ്കിൽ തീർത്ത് പറയും അടുത്ത ടാമഗാമിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നീ ആയിരിക്കില്ല, മറിച്ച് ഞാനാണ്. അത് കേട്ട് ഗോകു ഞെട്ടും. ഗോകു ആണെങ്കിൽ അടിച്ചു പറയും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇവിടേക്ക് കഷ്ടപ്പെട്ട് വന്നത് തന്നെ ഇത്തരത്തിൽ നല്ല എന്റർടൈൻമെന്റ് ഉള്ള ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതിന് വെജിറ്റ പറയും ഞാനും അതിന് തന്നെയാണ് വന്നത്. ഗോകു ആണെങ്കിൽ ആ ഒരു അപ്പാപ്പൻ നമുക്കേനോട് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ അവറ്റകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അത് നല്ലതാണോ, അതെന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കും. അതിന് അപ്പാപ്പൻ പറയും യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും അവറ്റകളോട് ഫൈറ്റ് ചെയ്യാൻ ഇത്രയ്ക്ക് ഇഷ്ടമാണോ? അതിന് സുപ്രീം കായ് പറയും ഇവർക്ക് രണ്ടുപേർക്കും അതൊക്കെ ഹലുവ കഴിക്കും പോലെയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ സയന്റിസ്റ്റ് ലേഡി അടുത്ത മാജിക് ബൂവിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. മാജിക് ബൂവിന്റെ കംപ്ലീറ്റ് എസൻസ് ഉപയോഗിച്ച് ഇപ്പൊ അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. 20 സെന്റിമീറ്റർ നീളത്തില് ആ ഉണ്ട ലേഡിയാണെങ്കിൽ ഒരു കുഴി എടുക്കാനായിട്ട് പറയും. അതനുസരിച്ച് ഇപ്പോ ആ മാജിക് കൂ ആണെങ്കിൽ ചെറിയൊരു കുഴി അതുണ്ടാക്കുകയാണ്. അതിനുശേഷം ആ സീഡ് കയ്യിലെടുക്കും. ഇപ്പോൾ ഉണ്ടാവുന്ന ആള് അവൻ എന്റെ ബ്രദറിനെ പോലെ ആയിരിക്കുമോ എന്ന് അവൻ സയന്റിസ്റ്റ് പെണ്ണിനോട് ചോദിക്കും. അതിനവൾ പറയും ആ ഏകദേശം അങ്ങനെയൊക്കെ ആയിരിക്കും. ഉടനെ ആ സീഡ് അവൻ അതിൻ്റെ ഉള്ളിലിട്ട് മണ്ണ് മേലെ ഇട്ട് വെള്ളം ഒഴിക്കും. അവർ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോ വലിയൊരു മാജിക് ഡൂ പുറത്തേക്ക് വരികയാണ്. അതിനെ കണ്ട് എല്ലാവരും അമ്പരന്ന് നിൽക്കും. പുറത്തേക്ക് വന്ന മാജിക് ഡൂ ആണെങ്കിൽ ഒച്ചത്തിൽ ബഹളം വെക്കുകയാണ്. അതിനുശേഷം നീച്ചാന്ന് പറഞ്ഞ് അവനങ്ങനെ കൈ ഉയർത്തും. ആദ്യം ഉണ്ടലേടിയും സയന്റിസ്റ്റ് ലേഡിയും ഒന്ന് ഭയക്കുമെങ്കിലും പിന്നീട് അവരും ഒച്ചത്തിൽ നീച്ച എന്ന് പറഞ്ഞ് ഇപ്പൊ കൈ ഉയർത്തും. മാജിക് ഡൂ ആണെങ്കിൽ അവരോട് എനിക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറയും. ഉടനെ സയന്റിസ്റ്റ് ലേഡി ആണെങ്കിൽ ആ ഉണ്ടപ്പെണ്ണിനോട് നിന്റെ ചോക്ലേറ്റ് ഉണ്ടെന്ന് ചോദിക്കും. അതിനവര് പറയും ഇല്ല. മാജിക് കൂ ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എനിക്ക് പണം തരികയാണെങ്കിൽ എത്രയും വേഗം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയും. സയന്റിസ്റ്റ് ലേഡി ആണെങ്കിൽ പണം കൊടുക്കും. അവനാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ഇപ്പൊ ചോക്ലേറ്റ് വാങ്ങി മടങ്ങി വരും. മാജിക് ഡൂവിന് അവൻ ചോക്ലേറ്റ് കൊടുക്കും. മാജിക് ഡൂ ആണെങ്കിൽ ആക്രാന്തോടുകൂടെ അത് വാരി വലിച്ചു തിന്നും. രണ്ടാമത്തെ ചോക്ലേറ്റ് എടുത്ത് മാജിക് കൂ ആണെങ്കിൽ 2 പീസാക്കും. ഇതിലൊരു പീസ് നിനക്ക് ഒന്ന് എനിക്കെന്ന് പറയും. പക്ഷെ അപ്പോഴേക്കും മാജിക് ഡൂ ആണെങ്കിൽ ആ 2 ചോക്ലേറ്റ് പിടിച്ചു വലിച്ച് അവന്റെ വായിക്കത് താക്കുകയാണ്. അത് കണ്ട് കൺട്രോൾ പോയ മാജിക് കൂ ആണെങ്കിൽ ബഹളം വെക്കും. അവനോടൊപ്പം ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് മാജിക് കൂ ആണെങ്കിൽ മാജിക് ഡൂവിന്റെ മുതുകിൽ കയറി വരും. മാജിക് ഡൂ ആണെങ്കിൽ ഇപ്പോ സയന്റിസ്റ്റ് ലേഡിയോട് ചോദിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനവര് പറയും എനിക്ക് വേണ്ടി നീ ടാമഗാമിയോട് ഫൈറ്റ് ചെയ്യണം. മാജിക് ഡൂ ആണെങ്കിൽ അതിന് ഓക്കെ പറയും. ഉണ്ടലേഡി ആണെങ്കിൽ കോൺഫിഡൻസിൽ എനിക്കിത് വർക്കൗട്ട് ആവുമെന്നാണ് തോന്നുന്നതെന്ന് പറയും. പക്ഷെ സയന്റിസ്റ്റ് ലേഡി പറയും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെ കാണിക്കും. ദൂരത്തായിട്ട് ഇപ്പൊ ബ്ലൂമാൻ ടാമഗാമി നമ്പർ 2 കാണിച്ചു കൊടുക്കും. അതാണ് നമ്പർ 2. നമ്മൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. എത്രയും വേഗം അടുത്ത ഡ്രാഗൺ ബോൾ സ്വന്തമാക്കണം. അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത ഡീമൺ വേൾഡ് നമ്പർ 1-ൽ ആ സയന്റിസ്റ്റ് ലേഡിയും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഡീമൺ ഡൂവും കടന്നു വരും. ഡീമൺ ഡൂ ആണെങ്കിൽ മാജിക് ഡൂ ആണെങ്കിൽ ഇപ്പോ ആ ഒരു ടാമഗാമി സ്വാർട്സ്മാനെ വെല്ലുവിളിക്കുകയാണ്. നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. മാജിക് ഡൂ ആണെങ്കിൽ ഫുൾ സപ്പോർട്ട് കൊടുക്കും. അടുത്ത നിമിഷം ടാമഗാമി സ്വാർട്സ്മാൻ ആളാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരും. സയന്റിസ്റ്റ് ലേഡിക്ക് ആണെങ്കിൽ ടെൻഷൻ കൂടി വരും. അടുത്ത നിമിഷം മാജിക് ഡൂ ആണെങ്കിൽ മുകളിലേക്ക് പോയി കറങ്ങി ആ ഒരു ടാമഗാമിയെ ആഞ്ഞടിക്കും. ഡൂ ആണെങ്കിൽ സൗണ്ട് വേവ്സ് ഉപയോഗിച്ചും അവന്റെ അറ്റാക്കിംഗ് മോഡ് ഉപയോഗിച്ചും ഇപ്പോൾ ടാമഗാമി അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ടാമഗാമി അവനാണെങ്കിൽ വലിയൊരു പവർ ഉപയോഗിച്ച് ഡൂയെ ആഞ്ഞടിക്കും. അത് കണ്ട് ഇപ്പൊ സയന്റിസ്റ്റ് ലേഡിയും മാജിക് ഡൂവും അവർ രണ്ടുപേരും ഞെട്ടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാർ കാണിക്കും. അവരാണെങ്കിൽ സെക്കൻഡ് ഡീമൺ വേൾഡിലേക്ക് വന്ന് ഇപ്പൊ ടാമഗാമിക്ക് അഭിമുഖമായിട്ട് നിൽക്കുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ ടാമഗാമിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നാമിക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ടാമഗാമി വളരെ പവർഫുൾ ആണ്. വർഷങ്ങളായിട്ട് ആ ഡ്രാഗൺ ബോളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ടാമഗാമിയാണ്. ഇതുവരെ ഒരു മാച്ചിൻസിന് പോലും അവറ്റകളെ തോൽപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല. ആകെ തോൽപ്പിച്ചത് ഗോകു മാത്രമാണ്. ഈ ഒരു പയ്യനെ കൊണ്ട് അതിനെ തോൽപ്പിക്കാൻ പറ്റുമോ? അതിന് ബുൽമ പറയും കൊണ്ട് അതിന് കഴിയും, നീ കാത്തിരുന്ന് കണ്ടോ. ഇവിടെ വെജിറ്റ ആണെങ്കിൽ ഇപ്പോ ആ ഒരു ടാമഗാമിയുടെ അടുത്തേക്ക് ചാടി വന്ന് അതിനെ വെല്ലുവിളിക്കുകയാണ്.
കോമയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് ദേഷ്യപ്പെടും. ഓ നോ, അവരടുത്ത ടാമഗാമിയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ വെജീറ്റയാണെങ്കിൽ ആ ടാമഗാമിയെ ചലഞ്ച് ചെയ്യാണ്. അതിന് ആ ടാമഗാമിയാണെങ്കിൽ കാഷ്വലായിട്ട് പറയും, നിന്നെ പോലുള്ള ചെറിയ കുട്ടികളോട് ഞാൻ ഫൈറ്റ് ചെയ്യാറില്ല, മര്യാദയ്ക്ക് വീട്ടിൽ പോയി എന്തെങ്കിലും ഗെയിംസ് കളിക്കും. ജിജി ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ഈ ഫൈറ്റിന് ശേഷം ആരാണ് വീട്ടിൽ പോയി കളിക്കാൻ പോകുന്നതെന്ന് നമുക്ക് തീരുമാനിക്കാം. ഉടനെ ആ ടാമഗാമിയാണെങ്കിൽ ദൂരേക്ക് നോക്കും. ദൂരത്തായിട്ട് ആ അപ്പാപ്പൻ നമുക്കിയൻ നേവ ആള് ഹായ് കാണിക്കും. ടാമഗാമി ആണെങ്കിൽ ഇപ്പോ വജീറ്റയായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുകയാണ്. അടുത്ത നിമിഷം അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. വജീറ്റ ആണെങ്കിൽ അവന്റെ പവറുകൾ ഉപയോഗിച്ച് ടാമഗാമിയെ തകർക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ടാമഗാമി ആ ഒരു അറ്റാക്കിൽ നിന്നെല്ലാം നൈസായിട്ട് രക്ഷപ്പെട്ട് ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ വജീറ്റയുടെ ഫൈറ്റ് കണ്ട് എല്ലാവരും ഷോക്കാവും, ഇംപ്രസ്ഡ് ആവും. ബുൽമയാണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ഇത് വെറും സ്റ്റാർട്ടിംഗ് ആണ്. ആ സമയം ആ ടാമഗാമി കറങ്ങി വന്ന് ഇപ്പൊ വജീറ്റയുടെ മുഖത്ത് ഒരു സ്ക്രാച്ച് ഇടുകയാണ്. മറ്റൊരു ഭാഗത്ത് മാജിക് ദൂ ആണെങ്കിൽ ആ ടാമഗാമിയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇവിടെ സെക്കൻഡ് ടാമഗാമി ആണെങ്കിൽ ഇപ്പൊ വജീറ്റ ആഞ്ഞടിക്കുകയാണ്. അവനാണെങ്കിൽ കൺട്രോൾ പോയി കടലിലേക്ക് വീഴും. ഉടനെ ഒരു വലിയ മോൺസ്റ്റർ അവനെ വിഴുങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. അവൻ സൂപ്പർ സയൻ മോഡിലേക്ക് പോയി വീണ്ടും ആ ഒരു ടാമഗാമിയുടെ ക്ലോസ് എത്തേണ്ട താമസം. അവനാണെങ്കിൽ ഇപ്പൊ വജീറ്റ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയില് ഇപ്പൊ വജീറ്റയുടെ കൺട്രോൾ പോയി അവൻ ആ മോൺസ്റ്ററിന്റെ വായിൽ അകപ്പെടും. മോൺസ്റ്റർ ആണെങ്കിൽ വജീറ്റയെ അതിന്റെ വായ്ക്കകത്താക്കി വെള്ളത്തിന് അടിത്തട്ടിലേക്ക് പോവാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.